ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ലഞ്ചാണ് കാണിക്കുന്നത്. ഇന്ന് ലഞ്ചിന് വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത്. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടായി വന്നപ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, 1/4 ടീസ്പൂൺ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ 2 സവാള നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. വലുതാണെങ്കിൽ 1 സവാള ചേർത്താലും മതി. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ സവാള വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചച്ചുവ മാറി വന്നാൽ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വീതം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയുമാണ് ഇട്ട് കൊടുത്തത്. ഇനി കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ച ബസ്മതി റൈസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടി ഒന്ന് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് ഞാനിതിൽ വെള്ളം ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് തിളച്ച് വന്നാൽ അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് പുലാവ് റെഡിയായി കിട്ടും. 10 മിനിറ്റിനുള്ളിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പുലാവ് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു റൈത്തയും ഒരു തേങ്ങാ ചമ്മന്തിയും ഒരു ഉള്ളി സാലഡും കൂടി തയ്യാറാക്കുന്നുണ്ട്. റൈത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 തക്കാളിയും 1 സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും കുറച്ച് മല്ലിയിലയും പുതിനയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും കുറച്ച് പഞ്ചസാരയും 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി സാലഡിന് വേണ്ടിയിട്ട് 2 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും 1 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.